ഹായ് ഓൾ, എൻ്റെ പേര് ഗിൽദേവ്. എല്ലാവർക്കും ക്രിസ് പാർക്കിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്നലെ നടന്ന വെസ്റ്റ് ഇൻഡീസ് സിംബാബ്വെ മാച്ചിൻ്റെ ഒരു അനാലിസിസ് ആണ്. നമുക്കറിയാം, T20 വേൾഡ് കപ്പിലെ ഏറ്റവും മികച്ച രണ്ടാമത്തെ സ്കോറാണ് ഇന്നലെ വെസ്റ്റ് ഇൻഡീസ് കുറിച്ചത്. 6 വിക്കറ്റ് നഷ്ടത്തിൽ 254 റൺസ്. ടോസ് നേടിയ സിംബാബ്വൻ ക്യാപ്റ്റൻ വെസ്റ്റ് ഇൻഡീസിനെ ബാറ്റിങ്ങിന് അയക്കുകയായിരുന്നു. പക്ഷേ തികച്ചും പാളി. ആദ്യം ഒരു ചെറിയ ആനുകൂല്യം കിട്ടിയെങ്കിലും, അതായത് ബെൻഡൻ കിങ് 12 ബോളിൽ 9 റൺസ് എടുത്ത് കാര്യമായി ഒന്നും ചെയ്യാതെ പുറത്താവുന്നു. ശേഷം ഷായ് ഹോപ്പ്, വെസ്റ്റ് ഇൻഡീസിൻ്റെ ക്ലാസ് ക്യാപ്റ്റൻ എന്നൊക്കെ പറയാം, അദ്ദേഹം 12 ബോളിൽ 14 റൺസ് എടുത്ത് പുറത്താവുന്നു. നല്ല തുടക്കം തന്നെയാണ്, കുഴപ്പമില്ല. പക്ഷേ പിന്നീട് ഷിംറോൺ ഹെറ്റ്മേർ വരുന്നു, അതുപോലെ തന്നെ കൂട്ടിന് റോമാൻ പവലും. അതായത് മാസ് എത്രത്തോളം, ഹെറ്റ്മേറിൻ്റെ മാസും ക്ലാസും ചേർന്ന ഇന്നിങ്സ് എഗെയിൻ നമ്മൾ കാണുകയാണ്. ഇന്നലെ 34 ബോളിൽ 85 റൺസ് എടുത്തുകൊണ്ട് അദ്ദേഹം സിംബാബ്വൻ ബോളിംഗ് തര തകർക്കുകയാണ്. കൂടെ റോമാൻ പവൽ, അദ്ദേഹത്തിൻ്റെ സ്കോർ 35 ബോളിൽ 59 റൺസാണ് അദ്ദേഹം കുറിക്കുന്നത്. നമുക്കറിയാം, ഈ ഒരു പാർട്ട്ണർഷിപ്പ് 122 റൺസാണ് ഇവർ രണ്ട് പേരുടെയും വിൻഡീസിന് കൂടി ചേർക്കുന്നത്. അപ്പോൾ ഇതിന് ശേഷം വരുന്ന റുദർഫോർഡ് ആണെങ്കിൽ 13 ബോളിൽ 31 റൺസ് എടുക്കുന്നു. നല്ലൊരു മാച്ച് വിന്നിങ് ഇന്നിങ്സ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് നൽകുന്നു. ശേഷം വരുന്ന റൊമാരിയോ ഷെപ്പേർഡിൻ്റെ കാര്യം 10 ബോളിൽ 21 റൺസ് അദ്ദേഹം ടീമിന് വേണ്ടി കൊടുക്കുന്നത്. അതിനുശേഷം ജേസൺ ഹോൾഡർ വരുന്നു, വെറും 4 ബോളേ കിട്ടുന്നുള്ളൂ, 13 റൺസ് കൂട്ടിച്ചേർക്കുന്നു. അതായത് മിഡിൽ ഓർഡറും അതുപോലെ തന്നെ ഫിനിഷേഴ്സും എല്ലാവരും അടിച്ച് ഗ്രൗണ്ടിൻ്റെ 4 പാടും സിക്സർ വാർത്താണ് വിൻഡീസിനെ അത്രയും ഉയർന്ന ടോട്ടലിലേക്ക് എത്തിക്കുകയാണ്. സിംബാബ്വെ ആ സ്കോർ കണ്ടിട്ട് അപ്പോഴേ അവരുടെ ബോധം പോയി. പിന്നീട് ഒന്നും പറയണ്ട, നമ്മൾ തിരിച്ച് സിംബാബ്വൻ ബാറ്റിങ്ങിലേക്ക് വന്നാൽ കാര്യമായിട്ട് ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. സിംബാബ്വൻ ബോളിങ്ങിലേക്ക് വന്നാൽ മുസർബാനിയും അതുപോലെ തന്നെ ഗറാവയും 2 വിക്കറ്റ് നേടിയെന്ന് വെച്ചാൽ കണക്കിന് കിട്ടി എല്ലാവർക്കും. ഈ മറുപടി ബാറ്റിങ്ങിലേക്ക് വന്നാൽ സിംബാബ്വെക്ക് കാര്യമായിട്ടുള്ള ഒരു പെർഫോമൻസ് ഉണ്ടായിട്ടുള്ള ബ്രാഡ് ഇവാൻ്റെ 21 ബോളിൽ 43 റൺസ് വെച്ചിട്ട്, പിന്നെ സിക്കന്ദർ റാസയുടെ 20 ബോളിൽ 27, അതുപോലെ ഡെയോൺ മയേഴ്സ് 15 ബോളിൽ 28. ഈ കാമിയോസ് വെച്ച് കാര്യമായ ഒരു പെർഫോമൻസും സിംബാബ്വെയുടെ ഭാഗത്തുണ്ടായത്. വളരെ കഷ്ടപ്പെട്ടാണ് ഈ ലാസ്റ്റ് അവർ 147 റൺസിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് 107 റൺസിൻ്റെ തോൽവി അവർ ഏറ്റുവാങ്ങി. ഇന്നത്തെ ഒരു മാച്ചിൽ വെസ്റ്റ് ഇൻഡീസിൻ്റെ ബോളേഴ്സിൽ വരികയാണെങ്കിൽ അക്കീൽ ഹുസൈൻ 3 ഓവറിൽ 28 റൺസ് വഴങ്ങി 3 വിക്കറ്റാണ് വീഴ്ത്തിയത്. അതുപോലെ തന്നെ ഗുതകേഷ് മോട്ടി, അദ്ദേഹം 4 ഓവറിൽ 28 റൺസ് വഴങ്ങി 4 വിക്കറ്റാണ് നടത്തിയത്. ഈ 2 പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ വെസ്റ്റ് ഇൻഡീസിനെ സംബന്ധിച്ച് വരും മത്സരങ്ങളിൽ, അതായത് ബോളേഴ്സും ഫോമിലെത്തി, ബാറ്റ്സ്മാൻമാരെല്ലാം തന്നെ ഫോമിലെത്തി. ആ പഴയ വന്യത അല്ലെങ്കിൽ പ്രതാപത്തിലേക്ക് വെസ്റ്റ് ഇൻഡീസ് തിരിച്ചു വന്നു. അപ്പോൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള എല്ലാ ടീമുകളും ഒന്ന് പേടിക്കണം. കാരണം ഇപ്പോൾ തോൽപ്പിച്ച സിംബാബ്വെ ആണെങ്കിലും വരും മത്സരങ്ങളിൽ ഇന്ത്യയൊക്കെ അതുപോലെ സൗത്ത് ആഫ്രിക്ക അവരെ നേരിടണം. എസ്പെഷ്യലി ഇന്ത്യക്ക് നെക്സ്റ്റ് കളി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ വെസ്റ്റ് ഇൻഡീസ് അല്ലെങ്കിൽ അവരുടെ ഫോമിലേക്ക് തിരിച്ചെത്തിയത് തീർച്ചയായിട്ടും സൂപ്പർ 8 നെക്സ്റ്റ് റൗണ്ടിലേക്ക് കടക്കാൻ ആധികാരികമായി ചിലപ്പോൾ അവർ കടന്നു നിന്നിരിക്കും. അപ്പോൾ വരും മത്സരങ്ങളിൽ നമുക്ക് അവരുടെ കളികൾ വിലയിരുത്താം. നെക്സ്റ്റ് അനാലിസിസ് കാണുമ്പോൾ ബൈ.